ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും ആദർശിനെയാണ്. അങ്ങനെ നയന ആ ഒരു കാര്യം ആദർശിനോട് പറഞ്ഞപ്പം ആദർശിന് ഇനി ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ മുമ്പിൽ പറയാന്. അപ്പൊ ദൈവത്തിനോട് പറയുകയാണ്, ഈ ഒരു കാര്യം ചെയ്തിട്ടെങ്കിലും എന്റെ നയനയുടെ ആത്മാർത്ഥത, എന്റെ ഭാര്യയുടെ ആത്മാർത്ഥത എന്റെ അമ്മയൊന്ന് മനസ്സിലാക്കണം ഈശ്വര എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ ആദർശ് നയനും കൂടെ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ അനാമികയും രേവതിയും ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അനാമികയും രേവതി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആദർശ് നയനയും അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ഉടനെ നമ്മുടെ അനാമിക പറഞ്ഞു, ഇവളെ ഈ റൂമിനകത്തേക്ക് കയറ്റി വിടരുത്, ഐസിന്റെ അകത്തേക്ക് കയറ്റി വിടരുത്. എന്നോട് വല്യമ്മ പറഞ്ഞിട്ടുണ്ട് ഇവളെ കാണരുതെന്ന്. പിന്നെ എന്തിനാ ഇവളെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എടി എന്തിനാണി നീ ഇനി അമ്മേനെ കൊല്ലാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ട ഉടനെ ആദർശിന് ദേഷ്യം വന്നിട്ട് ആദർശ് പറഞ്ഞു, അതെ, എന്റെ ഭാര്യ ഇവിടെ നിൽക്കുന്നതും എന്റെ ഭാര്യ എന്റെ അമ്മേനെ കാണാൻ വരുന്നതും തടയാനുള്ള അവകാശം അത് നിനക്കാണോ ഞാൻ തീരെഴുതി തന്നിരിക്കുന്നത്? അല്ലല്ലോ. അനാമികയുടെ സ്ഥാനത്ത് നിന്നാ മതി, കൂടുതൽ മെക്കിട്ട് കയറാൻ വരരുത്. പിന്നെ എന്റെ അമ്മേനെ കൊല്ലാനാണോ എന്റെ അമ്മയ്ക്ക് പുതുജീവൻ കൊടുക്കാനാണോ ഇവള് വരുത്തിയെന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം. ഞാൻ തന്നെ അനാമികയുടെ എല്ലാ സംശയവും തീർത്തു തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, ഓഹോ, എന്റെ സംശയങ്ങളെല്ലാം തീർത്തു തരാന് ആദർശേട്ടന് കഴിയുമെങ്കിലേ ആദ്യം ഞാൻ പറയുന്ന ഒരു സംശയം തീർത്തതാ. ഇവളാണ് അകത്ത് കിടക്കുന്ന വല്യമ്മേനെ ഇങ്ങനെയാക്കി ഇട്ടത്. ഇതിന് ആദർശേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ? സ്വന്തം ഭാര്യനെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ സ്വന്തം അമ്മയെ ഈ ഗതിയിലാക്കിയിട്ട് ഇവളെ ആദർശേട്ടൻ ആദ്യം ഒഴിവാക്കാൻ നോക്കുക. അതാ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തില്, അതായത് നമ്മുടെ കുടുംബത്തില്, അനന്തപുരി തറവാട്ടില് ഐശ്വര്യമുണ്ടാകും. അതുമാത്രമല്ല, അവിടെ എന്തെങ്കിലും വിശ്വസ്തയോടുകൂടി കഴിക്കണമെങ്കിൽ തന്നെ ഇവൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഇനി അത് നടക്കില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, നിർത്തിക്കോണം, മിണ്ടരുതിനി, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. ഇവളെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? ഇവളെ ഇവിടെ കൊണ്ടുവന്നത് വേറൊന്നിനുമല്ല. എന്റെ അമ്മയ്ക്ക് പുതുജീവൻ കൊടുക്കാൻ പോകുന്നത് ഇവള് തന്നെയാണ്. ഇവളാ എന്റെ അമ്മയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ പോകുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്കും അനി പെട്ടെന്ന് ഓടി വരികയാണ് കേട്ടോ. അനി ഈ വഴക്കൊക്കെ ഉണ്ടാകുന്നത് കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നിട്ട്, അനാമിക എന്ത് ധിക്കാരമാണ് നീ ആദർശേട്ടനോട് പറയുന്നത്? അനാമിക ഹോസ്പിറ്റലിലായി പോയി, ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് പിന്നെ മോനെ, എൻ്റെ മോളുടെ അറിവില്ലായ്മ കൂടെ കൊണ്ട് നടക്കുകയാണല്ലേ. എന്ത് പറഞ്ഞാലും അറിവില്ലായ്മ, എന്ത് പറഞ്ഞാലും ഒറ്റയ്ക്ക് വളർന്ന മോള്, ഇതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അതെ, ഇപ്പൊ ഇവിടെ ആദർശേട്ടനും നയനേടത്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ പറഞ്ഞിട്ട് നയനേടത്തിന് ഇവിടുന്ന് പറഞ്ഞു വരേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അതെ, പിന്നെ അനി നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുകയല്ലായിരുന്നോ? ഏതായാലും ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ, ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ കിട്ടിയെന്നോ? അതാരാ? അത് വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ. ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പും എൻ്റെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാ. ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അനി ഒരു നോട്ടം നോക്കി, ആരെ? അനാമികനെ. എന്നിട്ട് പറഞ്ഞു, കണ്ടോടി, ദൈവം ഉണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണൂലോ. നീ എന്താ പറഞ്ഞത്? നിന്റെ ബ്ലഡ് കൊടുക്കാൻ കഴിയില്ല, നിന്റെ അച്ഛൻ ആരെയോ തപ്പി തിരക്കി നടക്കുന്നുണ്ടെന്ന്. എടി, നിനക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിവേലാഞ്ഞിട്ട് തന്നെയാ നീ ഇതൊക്കെ ചെയ്തു കൂട്ടുകയെന്ന് എനിക്കറിയാം. വേണ്ടടി, നിന്റെ ഈ ചീഞ്ഞ രക്തം എൻ്റെ വല്യമ്മയുടെ ഞരമ്പുകളിലേക്കും അതുപോലെ തന്നെ എൻ്റെ വല്യമ്മയുടെ തലച്ചോറുകളിലേക്കും ഒക്കെ കയറി ചെന്നാ ഉണ്ടല്ലോ, എന്താ ഉണ്ടാകാൻ പോകുന്നതെന്നറിയാമോ? എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ വല്യമ്മയ്ക്ക് നിന്റെ അതേപടിയുള്ള ചീഞ്ഞ സ്വഭാവം കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുക, നീ ചെയ്തത് നന്നായി. നിന്റെ ബ്ലഡ് നീ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ വല്യമ്മയ്ക്ക് നിന്റെ ബ്ലഡ് കയറ്റിയേരെ. ആ ഒരു സമയത്ത് എൻ്റെ വല്യമ്മയ്ക്ക് നിന്നോടൊരു കടപ്പാടും ഉണ്ടായേനെ, അതെനിക്കറിയാം. പക്ഷേ ഇനി ആൾറെഡി നീയൊക്കെ കാണാൻ പോകുന്നത് എൻ്റെ നയനേടത്തി ആരാണെന്നും നയനേടത്തിയുടെ സ്വഭാവം എന്താണെന്നും നയനേടത്തിയുടെ ആത്മാർത്ഥത എന്താണെന്നും അറിയാൻ പോകുക എൻ്റെ ആദർശേട്ടൻ്റെ അമ്മ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആദർശേട്ടൻ്റെ അമ്മ നയനേടത്തിയെ സ്നേഹിക്കൂടി. അതൊക്കെ കണ്ട് നിൽക്കാനുള്ളതല്ലാതെ വേറൊന്നിനും നിനക്ക് കഴിയില്ലടി, വേറൊന്നിനും നിനക്ക് കഴിയില്ല. ഇത് ദൈവം തരുന്ന ശിക്ഷയായിട്ട് നീ കൂട്ടിക്കോ. അവളുടെ ഒരു രക്തം, അല്ലെങ്കിൽ നിന്റെ ചീഞ്ഞ രക്തം ആർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അനി. ഇതൊക്കെ കേട്ടിട്ട് കാലിപ്പെടുത്തിട്ട് അനാമിക ഇങ്ങനെ ശ്വാസമൊക്കെ വലിച്ചു കയറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ മോളെ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു
നിന്നോട് ബ്ലഡ് കൊടുക്കാൻ. അപ്പൊ നീ എന്താ പറഞ്ഞത്? നിനക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലെന്ന്. കണ്ടില്ലേ ഇപ്പൊ പെണ്ണുങ്ങള്, മിട്ടിക്ക് പെണ്ണുങ്ങൾ വന്ന് ബ്ലഡ് കൊടുക്കുന്നത്. ഇനി ഇനി എനിക്ക് പേടിയാവുക. ആ ദേവയാനിക്ക് നയനയോട് ഇനി മിക്കവാറും സ്നേഹം ഉണ്ടാകും, അവളെ മരുമകളായിട്ട് അംഗീകരിക്കും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച പ്ലാനുകളൊന്നും നടക്കാൻ പോകുന്നില്ല. മന്ദബുദ്ധി ആയി പോയല്ലോ, നീ വെറും പൊട്ടിയായി പോയല്ലോ മോളെ. ഞാൻ 100 തവണ പറഞ്ഞതല്ലേ, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും. അച്ഛൻ നിന്നെ നല്ല രീതിയിൽ ജീവിപ്പിക്കാൻ വേണ്ടിയും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാൻ വേണ്ടിയൊക്കെ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ. അപ്പൊ അവൾ ഓരോ ധിക്കാരം കാണിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? ഞാൻ അറിഞ്ഞോ ഇപ്പം ഇവള് കയറി വരുന്നു ഇവിടെ, ഈ പിശാശ് കയറി വന്ന് ഇപ്പം ആ തള്ളക്ക് ബ്ലഡ് കൊടുക്കാൻ തയ്യാറാകുമെന്നും അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്നും ഞാൻ അറിഞ്ഞോ? നീ അറിഞ്ഞില്ലെങ്കിലേ കണക്കായിപ്പോയി. ഇനി വരുന്നതൊക്കെ നീ തന്നെ അങ്ങോട്ട് അനുഭവിക്കുക എന്നിങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതേ സമയം ജയനും ഇതൊക്കെ അറിഞ്ഞിട്ട് ജയനും ഒരുപാട് സന്തോഷമായി. ഇപ്പൊ നയനയുടെ മുമ്പിൽ ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് ജയൻ നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് കടപ്പാട് നന്ദിയുണ്ട് മോളെ. ഈ ഒരു സമയത്ത് മോള് വന്നല്ലോ, മോൾ ഈ ഒരു സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് രക്തം കൊടുക്കാൻ തയ്യാറായല്ലോ. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. അതൊക്കെ മറന്നിട്ട് മോളിപ്പം ബ്ലഡ് കൊടുക്കാൻ വന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ എന്തോ എനിക്കറിയില്ല, ദൈവം ഇറങ്ങി വന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ അച്ഛാ അങ്ങനെയൊന്നും പറയരുത് അച്ഛാ. അച്ഛാ ഞാൻ ദൈവമോ അങ്ങനെയൊന്നും എന്നെ കാണരുത്. ഇത് എൻ്റെ കടമയല്ലേ. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണ്. അതിപ്പം അമ്മയ്ക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും ഒരപകടം സംഭവിക്കുമ്പം ഇനി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നറിയുമ്പം നമ്മുടെ ജീവിതം, അത് നമ്മുടെ ജീവന്റെ പകുതി കൊടുത്ത് നമ്മൾ സഹായിക്കുന്നത്, നമ്മൾ അവരുടെ ജീവൻ നിലനിർത്തുന്നത് നല്ലൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുള്ള പുണ്യം എനിക്ക് കിട്ടില്ലേ? പിന്നെ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? അതുമല്ല, ഞാൻ എൻ്റെ അമ്മയുടെ എൻ്റെ ജീവൻ പകുത്ത് എൻ്റെ അമ്മയ്ക്ക് നൽകുകയല്ലേ. അതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, സന്തോഷം. അച്ഛൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുകയോടുകൂടി നിൽക്കരുതെന്ന് പറയാണ്. ഏതായാലും ഈ സമയത്ത് ആദർശ് ഞാൻ എന്നാൽ പിന്നെ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് കയറി പോകുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറിനെ കാണാൻ പോകുന്നു. അങ്ങനെ ഡോക്ടറിനോട് പറയാണ്, ഡോക്ടറെ എൻ്റെ ഭാര്യ തന്നെ വന്നിട്ടുണ്ട്, എൻ്റെ ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പും എൻ്റെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ അത് കൊള്ളാലോ, എങ്കിൽ പിന്നെ ഇത്രയും നേരം അന്വേഷിച്ചറിഞ്ഞ് നടക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അമ്മായിയമ്മയ്ക്ക് മരുമകൾ തന്നെ ജീവൻ നൽകാൻ പോവുകയാണല്ലോ. എങ്കിൽ പിന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കോളൂ, കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്, എല്ലാം നടത്തിക്കോളൂ. അല്ല നയനയ്ക്ക് അറിയാലോ, ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ബ്ലഡ് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ബ്ലഡിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് കൊടുക്കാം. ഏതായാലും ടെസ്റ്റുകളൊക്കെ നടത്താന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടോ. ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞ് നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആര്, നയന. ഏതായാലും ദേവയാനിക്ക് കലിപ്പാണ് നയന ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. പക്ഷെ നമ്മുടെ ദേവയാനിയോട് പറയാതെയാണ് നയന ബ്ലഡ് കൊടുക്കുന്നത്. അപ്പൊ നയന പറയുന്നുണ്ട് കേട്ടോ, ഒരിക്കലും എൻ്റെ ബ്ലഡ് ആണെന്ന് ദേവയാനി അറിയരുത്, അങ്ങനെ അറിയേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ ദേവയാനിയോട് പറയുന്നുണ്ട് കേട്ടോ. ദേവയാനിയോടല്ല, സോറി, നയന ആദർശിനോട് പറയുന്നുണ്ട്, ഞാനാണ് ബ്ലഡ് നൽകുന്നത് എന്ന് പറയണ്ട, ചിലപ്പോൾ അത് അമ്മയ്ക്ക് വേദന ഉണ്ടാക്കും, അതുകൊണ്ട് ഇപ്പം തൽക്കാലം പറയണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് ചോദിക്കും, അതെന്താ, അതറിയണ്ടേ? അതെൻ്റെ അമ്മ അറിഞ്ഞാലല്ലേ കാര്യമുള്ളൂ. കാരണം അമ്മ അത് അറിഞ്ഞാൽ തന്നെ സ്നേഹിച്ചു തുടങ്ങൂലേ. അവിടെ അമ്മ തോറ്റുപോയോലെ ആയി പോകൂലേ. വേണ്ട ആദർശേട്ടാ, ഞാനാണ് ബ്ലഡ് കൊടുത്ത് അമ്മയെ ഞാനാണ് രക്ഷിച്ചതെന്ന് അമ്മ അറിയരുത്, അമ്മ എൻ്റെ മുമ്പിൽ തോറ്റു പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശ് നയനയെ ചേർത്ത് പിടിച്ചിട്ട്, ഇത്രയും നല്ല മനസ്സുള്ള എൻ്റെ ഭാര്യയെ ഇതുവരെ എൻ്റെ അമ്മ അറിഞ്ഞില്ലല്ലോ നയന, അതോർത്തിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നുക. ഇത്രയും നല്ല മനസ്സുള്ള നിന്നെ അറിയാതെയാണല്ലോ അമ്മ നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അമ്മ പറയുന്നത് ആ പാലിനകത്ത് വിഷം കലർത്തിയത് നീ തന്നെയാണെന്നാണ്. നിന്നെ കാണാൻ പോലും അമ്മ കൂട്ടാക്കുന്നില്ല. അപ്പോഴേക്കും നീ സത്യം പറഞ്ഞാൽ എന്നെയാ നയന തോൽപ്പിച്ച് കളഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ആദർശേട്ടാ അങ്ങനെയൊന്നും പറയരുത്, ഇതെൻ്റെ കടമയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ഇതെൻ്റെ ഒരു ത്യാഗമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൂട്ടേണ്ട കാര്യമില്ല, എൻ്റെ ഒരു കടമ. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ആർക്കാണെങ്കിലും ഞാനിത് ചെയ്യും. ഒരു ജീവൻ രക്ഷിക്കുക എന്നത് അത് ദൈവം നമുക്ക് തരുമ്പം നമുക്ക് അത് സന്തോഷമല്ലേ ഉള്ളത്. നമ്മളിലൂടെ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയാന്ന് പറയുമ്പം അത് സന്തോഷമല്ലേ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ നയന. ഈ കാര്യം അനന്തമൂർത്തിയും അതുപോലെ നമ്മുടെ വസുന്ധരയും അറിയുകയാണ്. അനന്തമൂർത്തിയും വസുന്ധരയും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനന്തമൂർത്തിക്കും വസുന്ധരയ്ക്കും ഒത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ. കാരണം അങ്ങനെ മൂർത്തി പറയാ, ദൈവത്തിന്റെ ഓരോരോ കളികളെ ദൈവം തന്നെയാ ഇതൊക്കെ നിശ്ചയിക്കുന്നത്.
അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാവുകയും അവിടെ നമ്മുടെ നയന തന്നെ ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ മിക്കവാറും ദേവയാനിക്ക് നയനയോടുള്ള ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തീരാൻ ചിലപ്പോൾ കാരണമായേക്കാം. അതിനുവേണ്ടി ദൈവം കളിക്കുന്ന കളിയാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വസുന്ധര പറയാ, അല്ലെങ്കിലും നയനമോള് ഈ വീട്ടിന്റെ ഐശ്വര്യല്ലേ, അവൾ ഈ വീട്ടിൽ കയറി വന്നത് നല്ലതാണെന്നല്ലേ ആ ജ്യോത്സ്യം പറഞ്ഞത്. അവള് ഈ വീട്ടിൽ കയറി വന്നാല് ഈ വീട്ടിലെ എന്ത് സംഭവിച്ചാലും അതിനെല്ലാം ഒരു പരിധി നിശ്ചയിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതുമല്ല നമ്മുടെ ജുവലറിക്കും അതുപോലെ ഇവിടുത്തെ ഓരോരോ അംഗങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. സത്യത്തില് അതൊക്കെ സത്യമാകാൻ പോവാ. എനിക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പം, അല്ല ഇനിയിപ്പോ ദേവയാനി ഇതറിഞ്ഞു കഴിയുമ്പം ദേവയാനിക്ക് ആ ഒരു എന്താ പറയാ ഒരു സഹതാപവും അതുപോലെ തന്നെ നമ്മുടെ നയനയോട് സ്നേഹവും ഒക്കെ തോന്നി തുടങ്ങൂലോ. അത് കണ്ടിട്ട് എൻ്റെ കണ്ണടഞ്ഞാൽ മതിയെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നയനയും ദേവയാനിയും ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ വീടിന് സന്തോഷമായിരിക്കും. പിന്നെ ഈ വീട് നല്ലൊരു വീടായിട്ട് മാറും. അറിയാലോ, പണ്ട് നമ്മൾ എത്ര സന്തോഷത്തോടു കൂടിയാ കഴിഞ്ഞത്, അതുപോലെ അതിന്റെ ഇരട്ടി സന്തോഷമാകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൂർത്തിയും പറയാ, എനിക്കും ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളടോ, വേറൊന്നുമല്ല, നയനയും ദേവയാനിയും ഒന്നിക്കണം. അവർ രണ്ടുപേരും ഒന്നിക്കാനുള്ളവരാ. കാരണം ദേവയാനിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അവൾക്ക് സത്യസന്ധത നിറഞ്ഞവളാണ്. അതുപോലെ തന്നെ ഒരു കുടുംബം നോക്കുവാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ അവൾക്കുണ്ട്. അറിയാലോ, അവൾ കയറി വന്നപ്പം അവളുടെ ഓരോരോ പ്രവൃത്തി കണ്ടപ്പം നമ്മൾ ഒരുപാട് നമ്മൾ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. കാരണം അവൾ ഈ നയന കയറി വന്നതിൽ പിന്നെയാണല്ലോ, നയനമോള് കയറി വന്നതിൽ പിന്നെയാണല്ലോ അവളുടെ സ്വഭാവം മാറിയത്. അതുവരെ അവള് നല്ലൊരു അമ്മയും ഭാര്യയും മരുമകളും എല്ലാവർക്കും വല്യമ്മയും ഇളയമ്മയും ഒക്കെ ആയിട്ട് നിന്നതല്ലേ. ഈ വീടിന്റെ നെടുന്തൂണ് തന്നെ അവളായിരുന്നില്ലേ. ഇനി അതുപോലെ ആയി മാറാൻ പോവാ ദേവയാനി. നയനിയുടെ നന്മയും സ്നേഹവും ഒക്കെ തിരിച്ചറിഞ്ഞ് അവളെ സ്നേഹിക്കാൻ പോകുക. അതോർക്കുമ്പം എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. ഏതായാലും നയനമോൾക്ക് ആ ബ്ലഡ് ഗ്രൂപ്പ് ആയത് നന്നായി. ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കാലപ്പിശാച്ചില്ലേ ഇപ്പൊ കയറി വന്ന അവള് പുതിയ മരുമകള് അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കേണ്ടി വന്നേനെ. അപ്പോഴത്തേക്കും പെട്ടെന്ന് മൂർത്തി പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്. കാരണം അവള് നമ്മുടെ വീട്ടിലെ മരുമകളൊക്കെ തന്നെയാണല്ലോ. അവൾക്ക് എന്തൊക്കെയോ ചെറിയ കുറവുകളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോടോ. കാരണം അനിയുടെ ഭാര്യയല്ലേ, അനിയുടെ ഭാര്യ എന്ന നിലയിൽ നമ്മൾ അങ്ങനെ തള്ളിക്കളഞ്ഞാൽ അനിയുടെ ജീവിതമല്ലേ ഇല്ലാതാകുന്നത്. എല്ലാം ചിലപ്പം എന്തിനെങ്കിലും വേണ്ടിയൊക്കെ ആയിരിക്കും. ഏതായാലും വരുന്നത് വഴിയിൽ വെച്ച് കാണാം. ഇത്രയൊക്കെ നടന്നല്ലോ, ഇത്രയൊക്കെ സംഭവിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ ഈ വീട്ടിൽ ആരാണ് ആ വിഷം കലർത്തിയത് എന്നും ആരാണ് ദേവയാനിക്ക് ആ വിഷം കൊടുത്തത് എന്നും അത് ഇനിയിപ്പം നവ്യക്ക് തന്നെ വിഷം കൊടുത്തതാണെങ്കിൽ ജലജയും അഭിയുമാകാനാണ് ചാൻസ് കൂടുതൽ. അവരല്ലെങ്കിൽ പിന്നെ അത് ആരായിരിക്കും, അത് ഉടനെ തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ മൂർത്തിയും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണുള്ളത്. നമ്മുടെ ദേവയാനി അറിയുന്നില്ല, ദേവയാനികളുടെ ഞരമ്പുകളിലൂടെയും ശരീരത്തിലൂടെയും ആരുടെ ബ്ലഡാണ് കയറാൻ പോകുന്നത് എന്ന്. ഞാൻ നേരത്തെ തലച്ചോറിൽ ബ്ലഡ് കയറുന്ന കാര്യം പറഞ്ഞായിരുന്നു, അങ്ങനെ എന്തോ പൊട്ടത്തരം പറഞ്ഞിരുന്നു. എല്ലാവരും ഒന്ന് ക്ഷമിച്ചോണം കേട്ടോ. കാരണം പെട്ടെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും അങ്ങനെ ആയി പോകുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ വന്നതായിരിക്കും. എന്തോ ഞാൻ ഇടയ്ക്കിട്ട് തലച്ചോറിൽ ബ്ലഡ് കയറുന്ന കാര്യം പറഞ്ഞെന്ന് തോന്നുന്നു. തലച്ചോറിലല്ല, ശരീരത്തിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഞരമ്പുകളിലും ശരീരത്തിലും എന്നൊക്കെ ഉദ്ദേശിച്ചപ്പോൾ പെട്ടെന്ന് തലച്ചോറ് ഇടയ്ക്ക് കയറി വന്നെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു പൊട്ടത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മൾ ഈ സ്പീഡിൽ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പൊട്ടത്തരങ്ങളൊക്കെ വരുന്നത് അതെനിക്കറിയാം. അപ്പം ചിലവരൊക്കെ കമൻസിലൂടെ പറയാറുണ്ട്, ഇത് എന്താ ജിന്നു ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുന്നത്, ഈ പെങ്കൊച്ചിൻ മന്ദബുദ്ധിയാണോ, ഈ പെങ്കൊച്ചിന് എന്താ ഒരു വിവരവും ഇല്ലേ ബോധവും ഇല്ലേ എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് വിവരവും ബോധവും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെ മനുഷ്യരല്ലേ, ഇടയ്ക്ക് നമ്മുടെ വായിൽ നിന്ന് വീഴുമ്പം ഓരോ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോകും. അപ്പം അതൊക്കെ ഒന്ന് അംഗീകരിച്ചേക്കണേ, അതൊക്കെ ഒന്ന് അംഗീകരിക്കണം എന്നല്ല, ഒന്ന് ക്ഷമിച്ചേക്കണേ. കണ്ടോ, ഇപ്പോഴും അംഗീകരിച്ചേക്കണേന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിയൊക്കെ വേഴ്സൊക്കെ വരുവേ പോകുന്ന പേരുകളൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് മാറിയൊക്കെ പോകും, സ്വാഭാവികമാണ്. പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് മാറിപ്പോകാതിരിക്കാൻ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ. ഇനി വൈകിട്ട് നമ്മൾ പ്രമോ വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.